അബു വളയംകുളം ഷിഹാബിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അബൂക്ക് എത്തിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിനിമയുടെ വലിപ്പം അങ്ങനെ കൂടാൻ തുടങ്ങി. അതിൽ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകൾ, ശ്രീജാദാസിനെ പോലെ അത്യാവശ്യം മലയാള സിനിമയിലുള്ള ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ നിയാസ്ക നമ്മുടെ ചെറിയ ആഡുകളിലൊക്കെ സഹകരിക്കാറില്ല. അപ്പം നിയാസ്കയും നമ്മളെപ്പോലെ കൂടാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടെ ചർച്ചയ്ക്ക് വരും. വേറൊന്നും ചിന്തിക്കാനില്ല, ഞങ്ങളെങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ നിയാസ്ക നമ്മുടെ ടീമിൽ. സംവിധായകനും ക്യാമറാമാനും കൂടി പോയിട്ട് അപ്പോൾ അബൂക്ക് ഉടനെ പറയാണ്, അത് ഞങ്ങൾ അവനെയാണ് മനസ്സിൽ കണ്ട്, ഞങ്ങളുടെ ഷമീർ ഭാസ്കറാണ് എന്ന് പറയാണ്. ഇത്തിരി തൃശ്ശൂർ സ്ലാങ് ഒക്കെ കയറി വന്നാലും അതങ്ങനെ മാനേജ് ചെയ്ത് പോയി. ഡബിങ്ങിന്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പൊതുവെ എനിക്കിപ്പോൾ നാടകം ചെയ്യുമ്പോഴാണെങ്കിലും ഇമോഷണൽ സീൻസ് ഒക്കെ എനിക്ക് കുറച്ച് കംഫർട്ടായിട്ടുള്ള സേഫ് സോണാണ്. കുറച്ച് അങ്ങനെ ആക്റ്റീവായിട്ടുള്ളതൊക്കെ ചെയ്യാനാണ് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട്. എന്നാലും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷങ്ങൾ മാത്രം. ഇതിന് മുന്നേ ഞാൻ മിണ്ടിയും പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ട്. അത് റിലീസായിട്ടില്ല. പക്ഷെ ഞാൻ പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അപ്പോഴാണ് ആളുടെ അഭിനയം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണത്. അപ്പം എനിക്ക് പാവം തോന്നി, ഭയങ്കരമായിട്ട് പാവം തോന്നി ആ ക്യാരക്ടർ കണ്ടപ്പോൾ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു ആളെ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മനോരമ മാക്സിലൂടെ ഒരുപാട് പേർ കണ്ട് ഇതിനോടകം ആസ്വദിച്ച വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആന്തോളജി മൂവിയാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. വളരെ രസകരമായ 4 ചെറിയ ഷോർട്ട് മൂവികൾ ചേർന്ന് ഒന്നായി മാറുന്ന രസകരമായ ഒരു കാഴ്ചയാണ് ഈ സിനിമ. 3 സംവിധായകർ, അവരാണ് ഈ മനോഹരമായ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. റഷീദ് അഹമ്മദ്, ജംഷീർ മുഹമ്മദ്, ഒപ്പം നടരാജൻ പട്ടാമ്പി. റൂഹ് എന്ന ഒരു സിനിമ, ആ ചിത്രം കണ്ടവരെല്ലാം അതിലെ കഥാപാത്രങ്ങളെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടായിരിക്കും ആ സിനിമ കണ്ടു തീർന്നിട്ടുണ്ടായിരിക്കുക. അതിലെ നായകനും നായികയും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം ഭാസ്കർ അരവിന്ദ്. താങ്ക് യു. ഷെയ്ഡ്സ് ഓഫ് ലവ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. കാരണം ആന്തോളജി മൂവീസിന് അതിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു മുഴുവൻ സിനിമ കണ്ടു തീർക്കുന്നത് വേറൊരു അനുഭവമാണ്. അതേസമയം തന്നെ കുഞ്ഞു ചിത്രങ്ങൾ കാണുക എന്നുള്ളത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊരു സിനിമയിലേക്ക്, റൂഹ് എന്ന് പറഞ്ഞ ഒരു സിനിമയിലേക്ക് ഇതിൻ്റെ ഭാഗമാവാൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഭാസ്കറിൻ്റെ സൗഹൃദ വലയത്തിലുള്ളവർ തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. എങ്കിലും എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? ജെവിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഷോർട്ട് ഫിലിംസുകളൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1-2 സിനിമകളും വലിയ സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് സംവിധായകരുണ്ട് അവിടെ. അതുപോലെ തന്നെ നമുക്കൊരു യൂണിറ്റ് ഉണ്ട്, ക്യാമറ ഉണ്ട്. ക്ലാസിക് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെയായിട്ടുള്ള ഒരു ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷിഹാബ് ഓങ്ങല്ലൂരാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 വ്യത്യസ്തമായ കഥകൾ വെച്ചിട്ട് ഒരു ആന്തോളജി ചെയ്യാമെന്നൊരു പ്ലാനിൽ എത്തി. അങ്ങനെ നമ്മുടെ തന്നെയുള്ള സംവിധായകരിൽ നിന്ന് കഥകൾ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കഥകൾ ആദ്യം ആയി. 3 കഥകൾ വന്നു. 3 കഥകൾ നല്ല വ്യത്യസ്തമായിരുന്നു. നമ്മളൊരു സാധാരണ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. 4-മത്തേക്ക് ഒരു കഥ ആവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതിനൊരു പ്രൊഡ്യൂസർ വേണം, സിനിമയാവണം. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗഹൃദ വലയത്തിലുള്ള അത്യാവശ്യം വലിയ ആർട്ടിസ്റ്റുകളെ തന്നെ നമ്മൾ സമീപിക്കുന്നുണ്ട്. ആ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് പിടിക്കാം, അത് നമുക്കിപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വരുമല്ലോ, അങ്ങനെയൊക്കെ കുറേ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കഥ വന്നു. അത് ഒരു അട്ടപ്പാടി ബേസ് ചെയ്തിട്ട് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റായിരുന്നു. അത് റഷീദ് അഹമ്മദ് പറഞ്ഞ കഥയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് ഷിഹാബിനോട് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ചർച്ച ചെയ്യുക. അപ്പോൾ നടരാജൻ പട്ടാമ്പി അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റുകൾ പറയും. ഇവർക്ക് ആ സബ്ജക്റ്റ് അങ്ങനെ അങ്ങ് എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. അതിൽ നമ്മൾ എന്ത് ക്യാരക്ടർ ചെയ്യുന്നു എന്നൊന്നും നമുക്കൊരു വിഷയമല്ല, ഭാഗമാവുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി 3 കഥകൾ ലോക്കാണ്. 4-മത്തെ കഥ ആവാനുള്ളൂ. ഒരു കഥ വലിയൊരു കാതൽ കല്യാണം പറഞ്ഞ വലിയൊരു സംഭവം ആയിരുന്നു നമ്മൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ ഒന്നും ലോക്കാവാതെ അങ്ങനെ നിൽക്കുമ്പോൾ ഞാനപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി. ഇനി ഞാനൊരു കഥ അന്വേഷിച്ച് നടക്കില്ല, നിങ്ങൾ തന്നെ അന്വേഷിച്ചോ, ഞാൻ എന്തായാലും എൻ്റെ അന്വേഷണം നിർത്തി. കുറേ കഥ കേട്ടു, ഭയങ്കര രസകരമായൊരു കഥ വന്നു, ഭയങ്കര ഇമോഷണൽ ഡ്രാമയൊക്കെ ആയിരുന്നു അത്. പിന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഷിഹാബ് ഒരു കഥ പറയുകയാണ്. അത് റൂഹിൻ്റെ കഥയാണ്.
അപ്പോൾ ഈ കഥ ഇങ്ങ് കേട്ടപ്പോൾ ഇങ്ങനെ തലയ്ക്കടി കൊണ്ട് പോലെ കഥ കേട്ടിരിക്കുകയാണ്. ഇതുവരെ എവിടെയും കേൾക്കാത്തൊരു സബ്ജക്റ്റാണ്. അതൊരു റിയൽ ഇൻസിഡൻ്റ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഷോക്കായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ കഥ കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതിൽ നീയാണ് നായകനെന്ന്. അപ്പോൾ അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആയി. എന്തെന്ന് വെച്ചാൽ നമ്മളതിലൊരു ടൈറ്റിൽ റോളൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഷോർട്ട് ഫിലിംസുകൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് ഓണാക്കുന്നതിന് ചിലപ്പോൾ മുൻകൈ എടുക്കുന്നത് ഞാനായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും പ്രൊഡക്ഷൻ സൈഡ് വരുന്നതോ ഒരു ഓൺലൈൻ മീഡിയ വരുന്നതൊക്കെ നമ്മുടെ വഴിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ മറ്റ് വലിയ ഷോർട്ട് ഫിലിമുകളൊക്കെ എൻ്റെ അടുത്ത് തന്നെ സംവിധാനം ചെയ്യാൻ പറഞ്ഞ് വന്നാൽ പോലും എനിക്ക് ആക്ടിങ്ങിനോടാണ് പാഷൻ. അപ്പോൾ ഞാൻ എൻ്റെ സൗഹൃദത്തിലുള്ള നല്ല ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കും. നല്ല സ്റ്റോറീസ് വരുമ്പോൾ നല്ല ഡയറക്ടേഴ്സിനെ അങ്ങനെ നമ്മളെപ്പോഴും ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര പ്രയത്നമാണ്. നമ്മളിതിനൊരു ഓഡിയേഷൻ വെച്ചു. ആ ഓഡിയേഷനിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ട്. അതിൽ നടരാജേട്ടൻ്റെ സബ്ജക്റ്റിൽ ഒരു പ്രായമായ ചേച്ചി, അങ്ങനെ കുറേ ഏരിയയിൽ ഡോക്ടർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ അവരൊക്കെ അവിടെ ഓഡിയേഷനിൽ വന്ന് പങ്കെടുത്തതാണ്. ഞാനും അതിൽ പെർഫോം ചെയ്തിരുന്നു. ഞങ്ങളുടെ കൂട്ടമാണെങ്കിൽ കൂടി ഞാൻ പെർഫോം ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ തടി നന്നായിട്ട് കുറയ്ക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഉള്ളതിനൊക്കെ കുറച്ചുകൂടി തടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഡെയിലി തടി കുറയ്ക്കാൻ തുടങ്ങി. ഉദാഹരണം ഇപ്പോൾ 7 നിലയുള്ള ഞാൻ വർക്ക് ചെയ്തോണ്ട് ഇപ്പോൾ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുണ്ടാവുന്ന റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ 7ാമത്തെ നിലയിലാണ്. അപ്പോൾ അവിടുന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് നടന്നു കയറും. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങും. അങ്ങനെ പൂർണ്ണമായിട്ടും ഭക്ഷണം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ഇതിലെ ഷമീറിന്റെ ആ ഒരു ക്യാരക്ടറിലേക്ക്, അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സ്വയം ഒന്ന് ഉടച്ചു വാർത്തു. അതെ. എല്ലാ ദിവസവും ഫോട്ടോ എടുത്ത് ഡയറക്ടർക്ക് അയക്കും. അപ്പോൾ അപ്പോഴേക്കും സിനിമ വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നമുക്ക് സോങ്ങുകളൊക്കെ എഴുതുന്നൊരു ചേച്ചിയുണ്ട്, താര ജയശങ്കർ എന്ന് പറഞ്ഞിട്ട്. ചേച്ചിയും നമ്മുടെ ഒരു സൗഹൃദ വലയത്തിൽ വന്ന. അപ്പോൾ ചേച്ചി നമുക്കിതിലൊരു പ്രൊഡക്ഷൻ സൈഡ് ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് വന്നു. അപ്പോൾ നമ്മുടെ അബൂക്ക എത്തി. അബൂളയംകുളം ഷിഹാബിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അബൂക്ക എത്തിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിനിമയുടെ വലിപ്പം അങ്ങനെ കൂടാൻ തുടങ്ങി. അതിൽ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകൾ, ശ്രീജാദാസിനെ പോലെ അത്യാവശ്യം മലയാള സിനിമയിലുള്ള ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ നിയാസ്ക നമ്മുടെ ചെറിയ ആഡുകളിലൊക്കെ സഹകരിക്കാറില്ല. അപ്പം നിയാസ്കയും നമ്മളെപ്പോലെ കൂടാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടെ ചർച്ചയ്ക്ക് വരും. വേറൊന്നും ചിന്തിക്കാനില്ല. ഞങ്ങളെങ്ങനെ നിൽക്കുന്നത് അതുപോലെയാണ് നിയാസ്ക നമ്മുടെ ടീമിൽ. പിന്നെ അതുപോലെ അനൂപേട്ടനൊക്കെ ഉണ്ട്. അനൂപേട്ടന് ക്യാരക്ടർ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന അനൂപിൽ. അനൂപേട്ടനൊക്കെ നമ്മുടെ ഫുൾ ടൈം സെറ്റിലൊക്കെ ഉണ്ട്. പുള്ളിയുടെയൊക്കെ സജഷൻസൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ ആർക്കാണ് കഥാപാത്രം വരുന്നത് അവർ അഭിനയിക്കുക എന്നുള്ളതാണ്. എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ സിനിമ ഇങ്ങനെ വലുതായി വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ അബൂക്കൻ ഇതിൻ്റെ കാസ്റ്റിങ്ങിൽ വന്നപ്പോൾ അബൂക്കയും ഇപ്പം എൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര കുറച്ച് അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ആ സിനിമയുടെ ഭാഗമായിട്ട് അതിലേക്ക് കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്ക് മാറിയായിരുന്നു. പക്ഷേ സത്യത്തിൽ ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനപ്പോഴും തടി കുറച്ചുകൊണ്ടിരിക്കുക. അത് സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ വലുപ്പമാണ്. നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം. അറിഞ്ഞാൽ പോലും ഞാൻ നിൽക്കും. പക്ഷെ ഞാൻ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ വലിയ അത്യാവശ്യം എൻ്റെ ഓർമ്മ എനിക്ക് പിന്നീട് മറ്റേ ഗോകുൽ എന്ന് പറഞ്ഞ ചേട്ടനിലേക്കൊക്കെ പോകാനുള്ളൊരു രീതിയിലേക്കാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതിലെ സംവിധായകനും ക്യാമറാമാനും കൂടി പോയിട്ട് അപ്പോൾ അബൂക്കോടനെ പറയാണ്, അത് ഞങ്ങൾ അവനെയാണ് മനസ്സിൽ കണ്ട് ഞങ്ങളുടെ ഷമീർ ഭാസ്കറാണ് എന്ന് പറയാണ്. അപ്പോൾ ഓക്കെ, അബൂക്ക് അതിന് കംഫർട്ടായി എന്നുള്ളതാണ്. ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ നമുക്കൊരു ട്രെയിനിങ് അബൂക്ക് 2 മണിക്കൂർ തന്നിരുന്നു. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ആ ട്രെയിനിങ്ങിൽ എന്നെ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ. ഉദാഹരണം, നമുക്കിതിലത്തെ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഇതിൽ റിസിയുടെ അച്ഛനെ കാണാൻ പോകുന്നൊരു സിറ്റുവേഷനാണ്. അത് നമ്മൾ തന്നെ ഡയലോഗ് ഉണ്ടാക്കി അഭിനയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അബൂക്ക തന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയയിൽ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അബൂക്ക ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇതേ സംഭവം തന്നെ പിരികം അനക്കാതെയും തല ആട്ടാതെയും ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഷോക്കായിപ്പോയി. ആകെ സ്റ്റക്കായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റണില്ല. പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്തതാണ് ആ സിനിമയിൽ കാണുന്നത്. നമ്മൾ പിരികം വല്ലാതെ യൂസ് ചെയ്യരുത്, തല ഭയങ്കര, ഞാൻ കോമൺ ആയിട്ട് തല ആട്ടിയിട്ടാണ് സംസാരിക്കുക, തല ആട്ടാതെ സംസാരിക്കണം എന്നുള്ള ആ തിരിച്ചറിവ് അത് ഭയങ്കരമായിരുന്നു. അപ്പോൾ അബൂക്കട ഒരു 2 മണിക്കൂർ ട്രെയിനിങ് ആ സിനിമയിൽ മുഴുവനും നമ്മുടെ കൂടെ ഉണ്ട്. ഭയങ്കര സപ്പോർട്ടാണ് അബൂക്ക എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ കണ്ണൂർ സ്കോഡ് പോലുള്ള വലിയ സിനിമകളുടെ കാസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം
കാസ്റ്റിംഗ് ചെയ്ത പടങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് കുറെ പടങ്ങൾ എനിക്കറിയാം. സുഡാനി ഫ്രം നൈജീരിയ, സൗദി വെള്ളക്ക. എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിൽ ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു 80% സിനിമകളുടെ കാസ്റ്റിംഗ് ഇദ്ദേഹം തന്നെയായിരിക്കുന്നു. അതെ 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 അതെ. കാരണം അദ്ദേഹം കൊണ്ടുവരുന്ന താരങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലുക്മാനൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഇദ്ദേഹം എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ അബു വളയംകുളം എന്ന പേര് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം നമ്മുടെ ഒരു ശില്പിയുടെ കയ്യിൽ ഒരു കളിമണ്ണ് കിട്ടുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് നല്ല ശില്പങ്ങൾ മെനഞ്ഞ് ക്യാമറയ്ക്കും ലൈറ്റ്സിനും മുന്നിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള അപാരമായിട്ടുള്ളൊരു ശേഷിയുണ്ട്. അത്രയും തിരക്കുള്ള ഒരാളാണ് നമ്മൾ നായകനായിട്ടുള്ളൊരു സിനിമയിൽ നമ്മുടെ ഒരു കോ ആക്ടറായിട്ട് വരുന്നത്. വലിയ കാര്യം തന്നെയാണ്. അതെ അതെ. ഇപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് പുള്ളി ഒരു അസാധ്യ നടൻ കൂടിയാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ ചെയ്യുന്ന ആൾക്ക് അതുപോലെ അഭിനയിക്കാൻ കഴിഞ്ഞോളന്നില്ല, ഒരു സംവിധായകനാണെങ്കിൽ പോലും. പക്ഷേ അബൂക്ക ഇപ്പോൾ ഒരു പുറത്തൊരു അപകടം സംഭവിക്കാമെന്ന് വിചാരിക്കുക, അത് അഭിനയിക്കുകയാണെങ്കിൽ ആദ്യം അത് ആ മെമ്മറിയിലേക്ക് കയറി പോകുന്നത് വരെ ആൾ അഭിനയിക്കുന്നുള്ളതാണ്. മൈന്യൂട്ടായിട്ടുള്ള. അതെ 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 അതെ. ഈ സിനിമയിൽ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് ആദ്യം പെട്ടെന്ന് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു, പുറത്ത് എന്തൊരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദത്തിൻ്റെ ഒരു ഞെട്ടൽ നമ്മുടെ മുഖത്തുണ്ടാവുന്നു. പിന്നീടാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളൊരു അടുത്തൊരു ഞെട്ടൽ സംഭവിക്കുന്നത്. ഒരു ഗിയർ, നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യണ പോലെയാണ് അത് കൊടുക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഓരോ ഭാഗം നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് പോവാനായിട്ട് പറ്റും. അതൊരു വലിയ കഴിവ് തന്നെയാണ്. ഓരോ ലുക്കുകളൊക്കെ നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് നിന്നാൽ മതി, നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അതുപോലെ പുള്ളി അഭിനയിച്ച് ഫലിപ്പിക്കും. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഡയറക്ടറുടെ കയ്യിൽ തന്നെയാണ് കഥാപാത്രം എന്നുള്ളത്. ഈ സിനിമ ഡയറക്ട് ചെയ്ത് ആരായിരുന്നു? ജംഷീർ മുഹമ്മദ്. ജംഷീറിൻ്റെ കയ്യിൽ കറക്റ്റ് മീറ്റർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ക്യാമറമാനും ഡയറക്ടറും അവർ ഭയങ്കര സിങ്കാണ്. അപ്പോൾ അവർ നമ്മളിനി ചില സാധനങ്ങളൊക്കെ കുറേ റീടേക്കുകൾ വരുമ്പോൾ അവർ നമ്മളോടൊപ്പം നിൽക്കുന്നുള്ളത്, ആർക്കും ദേഷ്യമില്ല. അവരിങ്ങനെ അത്രയും അങ്ങനെ ടൈം എടുത്ത് നിൽക്കുന്നുള്ളതാണ്. അതിൽ അങ്ങനെ ഒരു ടേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സീന്, റസിയുടെ ഉപ്പേനെ കാണാൻ പോകുന്നൊരു സീനൊക്കെ കുറച്ച് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ക്ലൈമാക്സിനൊക്കെ മുമ്പുള്ള അതിലത്തെ ഒരു മെയിൻ സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവറിലാണ് വരുന്നത്. അപ്പോൾ നേരെ ബാക്കിലോട്ടാണ് പിന്നെ ഷൂട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഹൈ ഇമോഷണലി സാധനങ്ങൾ ചെയ്തിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ കുറച്ച് ഷൂട്ട് സമയത്ത് തന്നെ അപ്രിസിയേഷൻ കിട്ടിയിരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു ചേഞ്ചും ഇല്ലാതെ അങ്ങനെ ക്യാമറ വെച്ച് എടുത്ത സീനുകളുണ്ടായിരുന്നു. അതിലത്തെ പ്രധാനപ്പെട്ട സീനുകളൊക്കെ ഒരു ഹോസ്പിറ്റൽ സീനും അല്ലാതെയൊക്കെ, അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്. അത് ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ക്യാമറാമാനാണെങ്കിലും അതിലെ സംവിധായകൻ വരെ ഒരു ട്രോമയിൽ നിന്നുള്ളൊരവസ്ഥയായി. എന്നുവെച്ചാൽ അവർക്ക് പോലും അതൊന്ന് തിരിച്ചു വരാൻ ഒരു 2-3 ദിവസം എടുക്കേണ്ടി വന്നു. ഒരു നൈറ്റ് മുഴുവനും അതിൻ്റെ ആ ഫുള്ള് ഇമോഷനാണ് ഷൂട്ട് ചെയ്യുന്നത്, രാവിലെ വരെ. വൈകിട്ട് 6 മണിക്ക് ഷൂട്ട് ചെയ്ത് രാവിലെ 6 മണി വരെ നൈറ്റ് ഇങ്ങനെ 4 ആർട്ടിസ്റ്റിനെ വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷെയ്ഡ്സ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ചില സിനിമകൾ ഇപ്പം നമ്മൾ ഒരു റൂമിനകത്തൊക്കെ ചെയ്യുന്ന ഒറ്റ റൂമിനകത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവരത് പിടിച്ചിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൊക്കേഷൻ ഷിഫ്റ്റുകളാണ്. അതിൻ്റെ ഒരു വലുപ്പം നമുക്ക് മേക്കിങ്ങിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്തൊരു മേക്കിംഗ് ആണ്. ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകളുണ്ട്. കഥകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കഥാപരിസരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇപ്പോൾ വിഷ്ണു ആണ് ഇതിലെ ഒരു കോ പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു ടോട്ടൽ ഇതിൻ്റെ. അപ്പോൾ വിഷ്ണു ഒരു ആക്ടറാണ്, അതേസമയം തന്നെ ഇത്തരം സിനിമ പരിശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് സമയവും ധനവും മാറ്റി വയ്ക്കുന്നുണ്ട്. വിഷ്ണു ഒരു ചെറിയ സീനിൽ ഒരു ബസ് കണ്ടക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ കളവ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഒരു കണ്ടക്ടർ സീനിൽ വിഷ്ണു ജസ്റ്റ് വന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരുപാട് കാലമായിട്ട് ആ പണി ചെയ്യുന്ന ഒരാളുടെ മാനറിസങ്ങൾ തന്നെയാണ് അതിൽ രസകരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വിഷ്ണുവിൻ്റെയൊക്കെ ഇതിനോടുള്ളൊരു പാഷൻ, ഒരു ആക്ടറാവും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് തന്നെ ഇത്തരം പരിശ്രമങ്ങൾ പുറകിൽ നിൽക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. അതെ അതെ. അത് മാത്രമല്ല, ഇപ്പോൾ വിഷ്ണു അതിൽ ഇപ്പോൾ ലൈറ്റ് എടുത്ത് വെക്കണമെങ്കിൽ അത് ലൈറ്റ് വെക്കണത് അവനായിരിക്കും, വണ്ടി ഓടണമെങ്കിൽ വണ്ടി അവനോടും, പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്യേണ്ട ജോലി ചെയ്യും. ഇപ്പോൾ റൂമുകൾ ബുക്ക് ചെയ്യണത് എന്ത് കാര്യത്തിനും ഇന്ന ആളെന്നില്ല ഫുഡ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കളവിൽ ഫുൾ ടൈം ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ത്രൂ ഔട്ട് കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യാനുണ്ടായിരുന്നു. ബാക്കി 2 കൂടെ നിന്നിട്ടില്ല. പിന്നെ അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ടുള്ള സഹകരണങ്ങൾ നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ബസ്സിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ബസ്സിലാണ്, എല്ലാവരും ബസ്സിലാണ് പോകുന്നത്.
എല്ലാവരും ഒരുമിച്ച് ഭക്ഷണവും എല്ലാ കാര്യങ്ങളും താമസം എല്ലാവർക്കൊക്കെ നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എല്ലാവർക്കും കുറേ പേർക്ക് വീട്ടിൽ പോയി വരാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അവർ വീട്ടിൽ പോയി വരും ഷൂട്ടിന്. പിന്നെ ഒരു കഥ ചെയ്യുമ്പോൾ ആ കഥ മാത്രമാണ് മൈൻഡിലുള്ളത്. അപ്പോൾ മറ്റുള്ളൊരു കഥയെ പറ്റിയിട്ടോ ഇത് ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നൊന്നുമില്ല. പിന്നെ ഷിഹാബാണെങ്കിലും ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ബസ്സിലെ സീനാണെങ്കിലും വേറെ കുറെ സീനുകളാണെങ്കിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ സിനിമയിലാണെങ്കിൽ ഒരു 8-9 അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇവർക്ക് കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാനും ഇവര് ആക്ഷനും കട്ടിനും ഇടയിൽ ഇവർ എങ്ങനെ നോക്കണം, എങ്ങോട്ട് തിരിയണം, എന്ത് ഡയലോഗ്, ചെറിയ ഡയലോഗ് ആണെങ്കിലും പറയണതൊക്കെ ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇവിടെ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാൾ തന്നെ പലവിധ ടാസ്കുകൾ നിർവഹിക്കുന്നുണ്ട്. അതിനൊരു മൾട്ടി ടാസ്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതെ അതെ, ഇതിലത്തെ ഓരോ ഫ്രെയിമുകൾ എടുത്തു നോക്കി കഴിഞ്ഞാലേ അതിൽ ചില ഫ്രെയിമിൽ ഇപ്പോൾ ജംഷീർ ഇരിക്കുന്നുണ്ടാവും, ക്യാമറാമാൻ ഷിഹാബ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അസിസ്റ്റൻസ് ക്യാമറ ചെയ്തിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്, നടരാജൻ പട്ടാമ്പി ഒരു ഫ്രെയിമിലുണ്ട്. പക്ഷെ അവരൊക്കെ ആ ഏജിനും പ്രായത്തിനൊക്കെ ആപ്റ്റായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആ സെൻസിലേ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 2 ദിവസത്തിൽ ഷൂട്ട് തീർക്കില്ല, 3 ദിവസത്തിൽ പ്ലാൻ ചെയ്തതാണ്, ചിലപ്പോൾ അത് 5 ദിവസം 6 ദിവസം പോയാലും ഇപ്പോൾ ഇവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് ഇപ്പോൾ ഷിഹാബ്, വിഷ്ണു, താരച്ചേച്ചിയൊക്കെ അവർ അങ്ങനെ വെച്ചാൽ അവർ ഉദ്ദേശിച്ച സാധനം കിട്ടണം എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളത് നമുക്കിത് കാണണം, വൃത്തിയായിട്ട് കാണണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു സ്ലാങ് ആണെങ്കിൽ വളരെ ഐഡൻറ്റിറ്റി ഉള്ളൊരു സ്ലാങ് ആണ്. പ്രത്യേകിച്ച് ഭാസ്കറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ ഭാസ്കറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെ ഈ വള്ളുനാടൻ സ്ലാങ് ആണ്. അപ്പോൾ ഒറ്റപ്പാലം ഭാഗത്ത് ജീവിച്ച് വളർന്ന അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രകൃതിയിൽ ജനിച്ച് വളർന്ന മനുഷ്യരുടെ ഒരു കൾച്ചർ ആണെങ്കിലും അവരുടെ ഒരു സംസാര രീതിയാണെങ്കിലും കുറച്ച് നിഷ്കളങ്കതയുള്ളവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്ലാങ് ഈ സിനിമയുടെ സബ്ജക്റ്റിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ആ സ്ലാങ്ങും ആ ലാൻഡ്സ്കേപ്പും ഒരേപോലെ എല്ലാ കഥയിലും. ഇപ്പോൾ ഒരു ട്രാവലാണെങ്കിൽ പട്ടാമ്പി തൊട്ട് ഷൊർണൂർ വരെയുള്ള ട്രാവലാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ പല ഒരു കണക്ഷൻസ് ഉണ്ട്, ഓരോ ജംഗ്ഷൻസ് ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു മെമ്പറുടെ ക്യാരക്ടർ ഇതുപോലെ 4 കഥയിലുണ്ടായിരുന്നു. കുറച്ച് ഡ്രിം ചെയ്തപ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അതുപോലെ ഇതിലൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് എല്ലാവരും ആ ഭാഗത്തു നിന്നുള്ളവരായതുകൊണ്ട് അത് അത്ര പ്രശ്നമില്ല. സാധാരണ സിനിമയിൽ സംഭവിക്കുക ഒരാൾ വേറെ സ്ലാങ് ആയി ഉണ്ടാവും, അതിപ്പൊക്കെ കുറവാണ് പണ്ടത്തെ സിനിമയിൽ. പക്ഷെ അതിനൊക്കെ അവർ വേറെ രീതിയിൽ മറികടന്നിട്ടുണ്ട്. ചില സിനിമയിൽ ഇപ്പോൾ ഇന്നസെന്റും മാമുക്കോയും ഒക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്, 4 ആൾ 4 സ്ലാങ് ഒക്കെ പറയും, പക്ഷെ അവർ വേറെ രീതിയിൽ അതിനെ മറികടന്നിട്ടുണ്ട്. പക്ഷെ സിംഗ് സൗണ്ട് ആയിരുന്നു സിനിമ, അല്ലല്ല ഡബിങ് ആയിരുന്നു. അപ്പോൾ സിംഗ് സൗണ്ട് ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്നത്. പക്ഷെ ഡബിങ്ങിലൊക്കെ ചിലപ്പോൾ ചില വാക്കുകൾ ഇതൊക്കെ മാറിപ്പോകും. മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ റൂഹ് എന്നുള്ള ആ ഒരു സെഗ്മെന്റിലാണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലും മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഭാസ്കറിനെ സംബന്ധിച്ച് വളരെ വലിയ അനുഗ്രഹമാണ് 2 പാട്ടുകളിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് അഭിനയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല മനോഹരമായ പാട്ടുകളാണ്. മ്യൂസിക്കിന്റെ ഒരു ഏരിയ ഒരു സംവിധായകനും സംഗീത സംവിധായകനും തമ്മിലുള്ള ഒരു ബ്ലെൻഡ് ഭയങ്കര രസമായിട്ട് ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സെൻസ് വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ ബിജുപാൽ സാറാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, റൂഹിന്റെ. ബിജുപാൽ സാർ അതിനൊരു ട്രാക്ക് കൊടുത്ത് അത് വെച്ച് ഷൂട്ട് ചെയ്ത് എന്നിട്ട് അത് പിന്നെ അത് വലിയൊരു രീതിയിലേക്ക് പോയി. പാടിയുള്ള സൗണ്ട് ഒരു ഐഡന്റിറ്റി ഉള്ളൊരു വോയിസ്. അതെ 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 അതെ, അത് നമ്മുടെ റാസാബീഗാണ് പാടിയിട്ടുള്ളത്. നല്ല വോയിസാണ്. സി സൗത്തിലാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നല്ല സോങ്ങാണ്. പിന്നെ അതുപോലെ തന്നെ സിത്താര ചേച്ചിയുടെ ഒരു പാട്ടും ഉണ്ട്, 2 പാട്ടുകൾ നല്ല സോങ്സാണ് റൂഹിൽ എല്ലാ ടോട്ടൽ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു പ്രൊമോ സോങ് ഇറങ്ങിയിട്ടുണ്ട്, അതൊരു നാടൻ പാട്ടാണ്. ജയദേവൻ അലനല്ലൂർ എന്ന് പറഞ്ഞ സാധാരണ ഒരു പെയിൻറ് പണിക്കൊക്കെ പോകുന്നൊരു ചേട്ടൻ ആൾ തന്നെ എഴുതി പുള്ളിയുടെ ഒരു ഐഡിയയിൽ പാടിയ പാട്ടാണ്. പിന്നെ നമ്മുടെ റൂഹിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് PS ജയഹരി ചേട്ടനാണ്. PS ജയഹരി അസാധ്യ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം പവിഴമലരെ സോങ്ങൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അഭിനയിച്ച PC-35 എന്ന് പറഞ്ഞൊരു പടം, ആനന്ദ് മന്മഥൻ നായകനാവുന്ന സിനിമ ഇപ്പോൾ ചെയ്യുന്നത് PS ജയഹരി ചേട്ടനാണ്. അതുപോലെ ഞങ്ങൾ ഇതിന് മുന്നേ ചെയ്തൊരു മുല്ലപ്പൂ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമുണ്ട്, അത് ഭയങ്കര റീച്ച് കിട്ടിയൊരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ മ്യൂസിക്കൊക്കെ അത് 3 മില്യൺ വ്യൂസ് ഉണ്ട് തമിഴിലും മലയാളത്തിലും. അത് PS ജയഹരി ചേട്ടനായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റിയിലും PS ജയഹരി ചേട്ടൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. പിന്നെ ഓരോന്നും ഇപ്പോൾ സാം സൈമൺ ജോർജാണ് ഒരെണ്ണം മ്യൂസിക് ചെയ്തിരിക്കുന്നത്, കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള. സാമും ഇതുപോലെ കുറേ ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ആ തമിഴ് പ്രൊജക്റ്റ് വേലിൽ മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണു ശിവശങ്കറാണ്. വിഷ്ണു ശിവശങ്കർ ഭാവിയിലെ ഒരു നമ്മളെല്ലാവരും നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഇതിൽ മ്യൂസിക് ചെയ്ത് വിഷ്ണു ശിവശങ്കർ. പാട്ടും തമിഴിൽ തന്നെയാണ്, അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അനുരാധ ശ്രീറാം ആണ് ഒരു പാട്ട് പാടിയത്. അപ്പോൾ അവർ ജഡ്ജായിട്ടിരുന്ന റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത ആളാണ് വിഷ്ണു ശിവശങ്കർ. അപ്പോൾ അവർക്കത് ഭയങ്കര
സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അതിൽ പാടാനൊക്കെ. അത് നല്ലൊരു സോങ്ങാണ്, അത് ഗംഭീര സോങ്ങാണ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് സമയത്തൊക്കെ നമ്മൾ കുറേ ഇപ്പോൾ ഇതിൽ റൂഹിൽ നായികയായിട്ട് തന്നെ വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിലർ അവരുടെ സിനിമയുടെ തിരക്ക് കാരണം മാറിപ്പോയി. പിന്നെ വന്നത് നമ്മുടെ ആതിരയാണ്. ആതിര അതിൽ അങ്ങ് ജീവിക്കായിരുന്നു എന്ന് പറയാം. ഭയങ്കര അഭിപ്രായമുണ്ട് ഇതിൽ, ആതിരയ്ക്ക് നല്ല അഭിപ്രായമുണ്ട് എല്ലാ ആക്ടേഴ്സിനും കേട്ടോ. ഇപ്പോൾ ഇതിൽ എല്ലാ സെഗ്മെൻറ്റിലും എല്ലാ ആർട്ടിസ്റ്റിനും. ഇപ്പോൾ അതിലൊരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ, ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ പോലും എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ സീൻസ് ഉണ്ട്. സെക്യൂരിറ്റിയുടെ അടുത്ത് വന്നിട്ട് നിൽക്കുന്നുണ്ട് പ്രായമായിട്ട്. അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ നോക്കി തലയാട്ടിയിട്ട് കുറേ എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര രസമായിട്ട്. അവിടെ ടീച്ചറാണ്. നമ്മുടെ മുമ്പ് ഒരു പരസ്യത്തിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയി റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ വന്നതാ. അങ്ങനെ സ്ഥിരമായിട്ട് അഭിനയിക്കാനൊന്നും അങ്ങനെ ആയിട്ട് നമ്മുടെ ഇതിൽ കൂടിയെന്നുള്ളതാണ്. അതുപോലെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എൻ്റെ പോർഷനിൽ ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. റസിയോട് സമയത്തിന് ഭക്ഷണം കഴിച്ചുകൂടെ എന്നൊക്കെ പറയുന്ന ഒരു ഫോൺ വന്നിട്ട് എണീറ്റ് പോകുന്നൊരു സീനുണ്ട്, പർട്ടിക്കുലർ സീനുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ അത്ര ഹെവി ഇമോഷൻസ് അല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യേണ്ട ഏരിയയൊക്കെയാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. അവരത് അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തപ്പോൾ നല്ല നമുക്ക് ഫ്രെയിമിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ട്. പിന്നെ തിയേറ്ററിൽ നമ്മൾ പ്രിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജുവൽ മേരിയൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഓരോരുത്തർക്ക് ചില ഏരിയയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ടോട്ടൽ ഭയങ്കര ഒരു ലൈഫുള്ള സിനിമയാണ്. ഇപ്പോൾ ലൈഫുള്ള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഭയങ്കര ഇമോഷൻസ് ഉള്ള, ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഉണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിൽ തമാശകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നർമ്മത്തോടുകൂടി ഓർത്തിരിക്കാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് തൊടുന്ന ഒരുപാട് മുഹൂർത്തങ്ങളും ഒരുപാട് കഥാസന്ദർഭങ്ങളും അതിനൊത്ത ആവിഷ്കാരമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഫ്രെയിമുകൾ, ഇപ്പോൾ ഷിഹാബ് ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരു ഛായാഗ്രഹണം നിർവഹിച്ച ആളാണെങ്കിൽ തന്നെ ഒരുപാട് സിനിമകൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിനൊരു ഡോക്യുമെൻ്ററിക്ക് നാഷണൽ ലെവലിൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതെ 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 കാശ്മീർ ഫിലിം ഫെസ്റ്റിവലിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത അതിൻ്റെ പേര് റിക്കാർഡ് ഡാൻസ് എന്നുള്ള ആ ഒരു ഡോക്യുമെൻ്ററി വ്യത്യസ്തമായൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരു അംഗീകാരങ്ങളൊക്കെ ഏറ്റുവാങ്ങി നിൽക്കുമ്പോഴാണ് ഈ സിനിമയിൽ അദ്ദേഹം സഹകരിക്കുന്നത്. അത് ഓൾറെഡി ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗം ആണ് വിഷ്ണുവും ഷിഹാബും താരചേച്ചിയും. റിക്കാർഡ് ഡാൻസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പിറകിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പണ്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ വന്ന് ഒരു പർട്ടിക്കുലർ ആളുകൾ വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് പരിപാടിയാണ്. കാണുന്ന സെയിം സംഭവം. അപ്പോൾ ഇവനിത് മുമ്പ് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നൈറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇപ്പോൾ വന്നു. അത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെയാണ്, നൗഫൽ അബ്ദുള്ള എന്നാണ് ഡയറക്ടർ പേര്, സുഡാനിയുടെ ഒക്കെ എഡിറ്ററാണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കാൻ വന്നപ്പോൾ ഇങ്ങനൊരു സർക്കസ് നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തിരഞ്ഞു നടന്നപ്പോൾ കിട്ടിയതാ. അപ്പോൾ ഇങ്ങനൊരു ആശയം കണ്ടപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, എടാ ഇത് നല്ല സംഭവമല്ലേ, അപ്പോൾ ഇത് വെച്ചിട്ടൊരു സിനിമയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു ഡോക്യുമെൻ്ററി, അവനത് അതിലൊരു പാഷൻ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഡയറക്ഷനും ക്യാമറയും സ്ക്രിപ്റ്റും എല്ലാം ഷിഹാബിനെ അങ്ങ് ചെയ്ത് അതിന് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഗോവയിൽ നടക്കുന്ന ഫെസ്റ്റിവലിലൊക്കെ പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട് അത്. ഇതിലാണെങ്കിലും 4 സബ്ജക്റ്റും 4 വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗ് സ്റ്റൈലാണ്. ഇപ്പോൾ നമ്മൾ തമിഴ് വേലെന്നുള്ള ആ ഒരു സിനിമയാണെങ്കിലും ഇപ്പോൾ തമിഴ് കൾച്ചറൊക്കെ വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ ഇതിലാണെങ്കിൽ ബസ്, പിന്നെ ലോഡ്ജുകൾ, ബാറുകൾ, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ലൊക്കേഷൻ പോകുന്നുണ്ട്. പിന്നെ റൂഹിലാണെങ്കിലും അതുപോലെ തന്നെ വേറൊരു ഭൂപ്രകൃതി, വൈകുന്നേരത്തെ തട്ടുകട, പിന്നെ ഇയാൾ ടോയ്സൊക്കെ വിൽക്കുന്ന ഷോപ്പ്, അങ്ങനെയൊക്കെ ഓരോ സിനിമയിലെയും കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴികളൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ട്. മറ്റൊരു കഥാപാത്രം പോലെ തന്നെ ലൊക്കേഷനും ഇതൊക്കെ മാറുന്നതിൽ ഈ ഛായാഗ്രഹണത്തിന് ഉള്ളൊരു പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിനും ഇതുപോലെയുള്ള ഒരുപാട് പുതിയ സിനിമകളുമായിട്ട് അദ്ദേഹം കൂടുതൽ ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പുതിയ പ്രൊജക്റ്റുകൾ, ഭാസ്കറിനെ സംബന്ധിച്ച് പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്, എപ്പോഴും ലൈവായി നിൽക്കുന്ന പല മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് ഡയറക്ടറാണ്, അതുപോലെ ഇടയ്ക്ക് ഡയറക്റ്റ് ചെയ്യാറുണ്ട്, അഭിനയിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത് റിയാലിറ്റി ഷോകളിലൊക്കെ പിന്നാമ്പുറത്താണ്, ചാനൽ വഴിക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ
വർക്കുകൾ, പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സിനിമകൾ ഇറങ്ങാനുള്ളത് PC-35 എന്ന് പറഞ്ഞ ആനന്ദ് മന്മഥൻ നായകനാകുന്നൊരു സിനിമയിൽ ഒരു പോലീസായിട്ട് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആനന്ദ് മന്മഥൻ നമ്മുടെ പൊന്മാനിലൊക്കെ. അതെ അതെ അതെ, നല്ലൊരു സിനിമയാണ്. നല്ല actor-ആണ്. അതിൽ ഗാർഗി എന്ന് പറഞ്ഞ കുട്ടിയാണ് നായിക, തിയേറ്റർ ആർട്ടിസ്റ്റൊക്കെയാണ്. നാരായണിയുടെ മൂന്നാം മക്കളുടെ നായികയാണ്. പിന്നെ ഇപ്പോൾ ബ്രോയിൻ കോട്ട് എന്ന് പറഞ്ഞൊരു പടം ഒറ്റപ്പാലത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലുണ്ട്. നൈറ്റ് റൈഡേഴ്സ് മൂവി ഓൾറെഡി കഴിഞ്ഞു. വേറെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ ചാനൽ പ്രോഗ്രാംസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൊമോ ഷൂട്ടുകൾ അങ്ങനെയൊക്കെ ആയിട്ട് കോർഡിനേഷനും കാര്യങ്ങളും അസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. സൈഡ് വഴി എല്ലാം നമ്മളെന്താണോ നമ്മുടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വർക്കുകൾ അതിലൊക്കെയും സഹകരിച്ച് പോകുന്നുണ്ട്. അതൊക്കെയാണ് പുതിയ സ്വപ്നങ്ങൾ. അതെ അതെ അതെ. എന്തായാലും പുതിയ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാനുള്ളൊരു ഊർജ്ജം ഈ സിനിമയോടെ അതിൻ്റെ മാക്സിമം പീക്കിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം വളരെ മികച്ചൊരു കഥാപാത്രത്തെ നമ്മൾ ഒരുപാട് കാലം നമ്മൾ പിന്നണിയിൽ പ്രവർത്തിക്കുന്നു, അതുപോലെ നമ്മൾ ഓൺ സ്ക്രീനിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ രണ്ട് മേഖലകളിലും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് നല്ലൊരു കഥാപാത്രം, അതൊരു സെൻട്രൽ ക്യാരക്ടർ കിട്ടുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ നമ്മൾ തിരിച്ചറിയുകയും നമുക്ക് നമ്മുടെ ആ വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനൊക്കെ സാധിക്കുക. അപ്പോൾ അതിൽ ഇനിയും കൂടുതൽ ദൂരം മുന്നേറാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞാൻ ഷമീറിൻ്റെ നായികയെ പറ്റിയിട്ട്, റസിയയെ പറ്റിയിട്ട് കൂടുതൽ ചോദിക്കാതിരുന്ന് റസിയ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനിരിക്കുന്നതുകൊണ്ടാണ്. ആതിര സുരേഷാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആതിരയായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ എങ്ങനെയായിരുന്നു? ആതിരയായിട്ട് അഭിനയിക്കാൻ പോകുമ്പോഴേ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു, അസാധ്യ ആർട്ടിസ്റ്റാണ്. നമ്മൾ ഓൾറെഡി ആതിര എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ചെയ്യും. പിന്നെ അതൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഭയങ്കര സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് തന്നെ ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി എവിടെയോ കണ്ട ഒരു പെൺകുട്ടി കഥാപാത്രമാണ് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒപ്പത്തിന് നിൽക്കണം എന്നുള്ള ഒരു ടെൻഷനിലാണ് നമ്മൾ പോകുന്നത്. ഇതിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നി അതിരയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ള ഒരു ബോധമുണ്ട് എന്നുള്ള, അങ്ങനെയല്ല, ക്യാരക്ടറായിട്ട് അങ്ങ് ചെയ്യാണ്. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച്. നാടകമായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഓൾറെഡി തിയേറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് മുഖഭാരതി എന്ന് പറഞ്ഞൊരു തിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആതിരം ഒരു പൊറാട്ട് എന്ന് പറഞ്ഞൊരു നാടകം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല വേരിയേഷൻ ഉണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ സട്ടിലായിട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഈസി ആയിട്ട് അങ്ങ് ചെയ്തു പോകുന്നതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരുവിധം തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉള്ളൊരു കാര്യമാണ്. അവർ ഇപ്പോൾ ഈ ഒരു നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ പോലും അവരതിലേക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ അവർക്ക് അഭിനയം തന്നെയാണ് അവരുടെ ലൈഫ്. അതിപ്പോൾ ഈ പറയുന്ന നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ ഒരു സ്ട്രീറ്റ് പ്ലേ ആണെങ്കിലും അഭിനയിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെ സെൽഫ് മാർക്കറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഇങ്ങനെ അവരടുത്ത വർക്കുകൾ പിടിക്കാനോ അതിനുള്ളൊരു ധാരണയൊന്നുമില്ല. അടുത്ത സിനിമയുടെ ഒരു ഓഡിയേഷൻ വെച്ചാൽ നല്ല കാലിബറുള്ള ഒരു ആർട്ടിസ്റ്റൊക്കെയാണ്. പക്ഷേ അതിപ്പോൾ ഒരുവിധം എല്ലാ ഞാൻ കാണുന്ന തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു ഇതാണ്, അവരതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ നാടകം കളിക്കാൻ പോകുമ്പോൾ ഇപ്പം എൻ്റെ ഗ്യാങ്ങിലുള്ള മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന ജിനേഷ് ആച്ചത്ത് എന്ന് പറഞ്ഞ ഡയറക്ടറൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർ ഹാപ്പിയാണ്. നമുക്കാണ് ഇത് ഇനിയും സിനിമകൾ ചെയ്യണം, നമുക്കിങ്ങനെ അതിൻ്റെ ഒരു ത്വര ആണ് ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ കാലിബർ സിനിമയിലേക്കും കൂടി വരണം, അതിന് വേണ്ട അംഗീകാരങ്ങൾ കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സിനിമ എന്തായാലും കാണുക എന്നുള്ളതാണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്. അപ്പോൾ മനോരമ മാക്സിൽ ഒരുപാട് നല്ല സിനിമകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു OTT പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പോൾ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന ഈ ഒരു സിനിമയും ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. ഇനി നമുക്ക് നമ്മുടെ നായികയെ ക്ഷണിക്കാം. ഷമീറിൻ്റെ ഒപ്പം ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വളരെ മനോഹരമായിട്ട് ആ ഒരു ക്യാരക്ടറെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ച റസിയ എന്നുള്ള ക്യാരക്ടർ ചെയ്ത ആതിരയെ നമുക്ക് ക്ഷണിക്കാം. ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന സിനിമ മനോരമ മാക്സിലൂടെ ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിലെ നായികമാരിൽ ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. റൂഹ് എന്ന മൂവിയിലെ നായിക ആതിര സിനിമയിലെ അവതരിപ്പിച്ച ക്യാരക്ടർ റസിയ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് ആതിര മലബാർ ഭാഗത്തുള്ള എവിടെയെങ്കിലുമൊക്കെ ജനിച്ചു വളർന്ന ഒരാളായിരിക്കുന്നതാണ്. കാരണം അത്രമാത്രം ആ തട്ടൊക്കെ ഇട്ട് ആ ക്യാരക്ടറൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ ആ ഒരു ഭൂപ്രകൃതിയിൽ ഒരുപാട് കാലം ജീവിച്ച ഒരാളെന്നാണ്. തൃശ്ശൂർ എവിടെയാണ് വീട്? ചിയാരത്ത് താമസിച്ച് അവിടെ പോയിട്ട് അഭിനയിച്ച ഒരാളാണെന്ന് തോന്നില്ല. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? നാടകം ആയിരുന്നു അല്ലേ? നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നാടകമായിരുന്നു. ഈ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? റൂഹിലേക്ക് ഈ ടീമിന്റെ തന്നെ മുമ്പ് ഇവർ ചെയ്ത ഒരു സിനിമ ഉണ്ട്, അതിന്റെ ഓഡീഷന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെനിക്ക് സെലക്ഷൻ കിട്ടിയതായിരുന്നു. പിന്നെ എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പം അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയപ്പോൾ അവരെങ്ങനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലും ഞാനും തൃശ്ശൂരിലുള്ള ആളാണ്, ഒരു തൃശ്ശൂർ സ്ലാങ് ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിലെ അത് സിംഗ് സൗണ്ട് അല്ല, ഡബിങ് ആണ്. പക്ഷെ ഡയലോഗ് പറയാന്നുള്ളത് ഒരു വലിയ കലയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ഒരു സ്ലാങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കലയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രേക്ഷകർ അത് കറക്റ്റായിട്ട് പിടിക്കും. എവിടെയെങ്കിലും ഒരു സൈഡ് നമ്മൾ ഒരു സ്ലാങ് അങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ വേറൊരു സ്ലാങ് കയറി പിടിക്കുമ്പോൾ അത് പെട്ടെന്ന് ഇപ്പോഴത്തെ പ്രേക്ഷകർ അത് പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ഇതിൽ വളരെ മനോഹരമായിട്ടാണ് ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ ആ ഒരു സ്ലാങ്ങുമായിട്ട് കറക്റ്റ് മീറ്ററിൽ പോയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് എത്രത്തോളം ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അബു വളയങ്ങളൊക്കെയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. നമുക്ക് ഊഹിക്കാം അതൊരു പുറകിൽ വളരെ വലിയൊരു ടീം ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഒരു പരിശ്രമം ഉണ്ടായിരിക്കുമല്ലോ. എനിക്കിപ്പോൾ ഈ സിനിമയിൽ ഡയലോഗ്സ് ഭയങ്കര കുറവാണ്. കുറച്ച് ചില സീനുകളിൽ മാത്രമാണ് ഡയലോഗ്സ് ഉള്ളൂ. പിന്നെ കുറേ ഇമോഷൻസ് ആണ്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഡബ്ബിങ്ങിനായിരുന്നു അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോഴായിരുന്നു വീണ്ടും വീണ്ടും കുറേ ഷൂട്ടിനെ നമുക്കങ്ങനെ അത്ര പ്രശ്നമില്ലല്ലോ. ഇത്തിരി തൃശ്ശൂർ സ്ലാങ്ങൊക്കെ കയറി വന്നാലും അതങ്ങനെ മാനേജ് ചെയ്ത് പോയി. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ജംഷീറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തു. ചില വാക്കുകളൊക്കെ പറയണത് അവരിങ്ങനെ ഇങ്ങനെയാണ് അവിടെ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു തന്നു. ഇപ്പോൾ ഞാൻ ഉപ്പനെ വിളിക്കുന്നത് ഉപ്പ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതിൽ ഇപ്പ എന്നാണ് വിളിക്കണേ. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായത് പിന്നെ സിനിമയിൽ ഒപ്പം വർക്ക് ചെയ്തപ്പോഴൊക്കെ. അതെ. പിന്നെ ഇപ്പം ഇതിലാണെങ്കിൽ ഒരുപാട് ഇമോഷൻ സീൻ ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു സമാധാനമുള്ള സീക്വൻസുകൾ കുറവാണ്. ഇപ്പോൾ ക്യാരക്ടറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നമ്മളൊരു പ്രണയവിവാഹമൊക്കെ കഴിച്ച ഒരാളാണ്. വീട്ടിൽ നിന്നുള്ള നമുക്കുള്ളൊരു സപ്പോർട്ടില്ല. ഫിസിക്കലായിട്ട് നമുക്ക് ഒരുപാട് ടെൻഷനായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ആ ടെൻഷൻസിനെ വേറെ രീതിയിലൊക്കെ വരുന്ന രീതിയിൽ ബന്ധുക്കളിലൊക്കെ ഇടപെടലുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വേരിയേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാനൊക്കെ ചിലപ്പോൾ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇതിന് മുമ്പ് ചെയ്തതൊക്കെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിരുന്നു. അത് ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത്. പൊതുവെ എനിക്കിപ്പോൾ നാടകം ചെയ്യുമ്പോഴാണെങ്കിൽ ഇമോഷണൽ സീൻസ് ഒക്കെ എനിക്ക് കുറച്ച് കംഫർട്ടായിട്ടുള്ള, അതാണ് നമ്മുടെ ഒരു സേഫ് സോണാണ്. കുറച്ച് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ളതൊക്കെ ചെയ്യാനാണ് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട്. എന്നാലും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷങ്ങൾ മാത്രം. ഇതിന് മുന്നേ ഞാൻ മിണ്ടിയും പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ട്. അത് റിലീസായിട്ടില്ല. അതിൽ കുറച്ച് കുട്ടിത്തം ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഇമോഷണൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. അതെ. അതിപ്പോൾ ഈ അടുത്ത് റിലീസാകും തോന്നുന്നു. ഇപ്പം മിണ്ടിയും പറഞ്ഞെന്നുള്ള സിനിമ എത്രയും പെട്ടെന്ന് റിലീസാവട്ടെ. അതോടൊപ്പം തന്നെ നാടകത്തിൽ ഒരു സമിതിയോ അല്ലെങ്കിൽ ഒരു ടീം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അഡാട്ടുള്ള പഞ്ചമി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നാടക ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ചെയ്യണത്. എനിക്കങ്ങനെ വേറെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. 10 വർഷം ഇതും എൻ്റെ ഒരു കംഫർട്ട് സോണാണ് ആക്ച്വലി. അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇൻ്റർസോൺ കലോത്സവം അതിനൊക്കെ പഠിച്ചത് ഞാൻ കേരള ഓർമ്മയിലായിരുന്നു ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞ് PG പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലായിരുന്നു ചെയ്തത്. കേരള ഓർമ്മയിലാണെങ്കിൽ ഒരുപാട് ഇതുപോലെ നാടക കലാകാരന്മാരെ ആണെങ്കിലും മൊത്തത്തിൽ കലാകാരന്മാർക്ക് ഒരുപാട് പേർക്ക് ജന്മം കൊടുത്തൊരു മണ്ണാണ്. ഞാനും കേരള ഓർമ്മയിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ ആ കോളേജിന്റെ ഒരു അന്തരീക്ഷം നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ അഡാട്ടാണെങ്കിലും അഡാട്ട് ഗോപാലനടക്കമുള്ള വലിയ കലാകാരന്മാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ അജയൻ അഡാട്ട് വന്നിട്ടുണ്ടായിരുന്നു. അജയൻ വന്നിട്ടുണ്ടായിരുന്നു. അജയൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കോളേജ് പാസ് ഔട്ട് ആയിരുന്ന സമയമായിരുന്നു. അജയനിപ്പോൾ ഒരു ഇന്ത്യ മുഴുവൻ അറിയപ്പെടും. നമ്മൾ പറയുന്ന പോലെ ഒരു പാൻ ഇന്ത്യൻ ടെക്നീഷ്യനാണ്. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന നാടാണെങ്കിലും പിന്നെ പഠിച്ചു വളർന്ന കലാലയമാണെങ്കിലും ഒക്കെ നമ്മുടെ കലാഭിരുചികളെ ഒരുപാട് വളർത്തുന്നതിൽ വലിയൊരു പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പോസ്റ്റ് വുമണാണ്, പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഒരു ലൈഫും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫും ഡിഫറെൻ്റ് ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് അത് വേറൊരു കലയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതൊക്കെ പോകുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് നാടകമൊക്കെ ആണെങ്കിൽ ഒരു വലിയ കാലയളവോളം റിഹേഴ്സൽ ക്യാമ്പുകൾ. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഒരു 4 ദിവസം നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്തു. പിന്നെ കുറച്ച് നാൾ നമ്മുടെ ജീവിതവും നമ്മുടെ മറ്റു പരിപാടികളായിട്ട് മുന്നിട്ട്. പക്ഷെ നാടകം എന്നുള്ളത് അങ്ങനെയല്ലല്ലോ. നമ്മളൊരു വർഷം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നാടകത്തിൻ്റെ തുടർ അവതരണങ്ങൾ നിൽക്കുന്നത്. നമ്മൾ റിഹേഴ്സലിന് പോയി നമ്മൾ അവതരണത്തിന് പോയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളൊരു വർഷം മുഴുവൻ ഒരൊറ്റ ടീമിന് വേണ്ടി ഒരൊറ്റ നാടകത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ടൈം സ്പാൻ വളരെ വലുതാണ്.
ഒരു മൂവിക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയൊരു ഡെഡിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാനിപ്പോൾ ഈ ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഫെബ്രുവരി 1 തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത് ഈ പോസ്റ്റ് വുമൺ ആയിട്ട്. 3 തീയതി തൊട്ട് ഞാൻ നാടകത്തിന് വേണ്ടി ലീവ് എടുത്തു. ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്ന് പറയുന്ന അവസ്ഥയാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോൾ കുറേ അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ റിഹേഴ്സൽ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റേജ് കിട്ടുമ്പോൾ നമ്മൾ തലേന്നുള്ള ദിവസങ്ങൾ 3 ദിവസം അങ്ങനെയൊക്കെ റിഹേഴ്സൽ ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാം കൂടെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുപോകണത്. പൊറാട്ട് എന്ന് പറഞ്ഞ നാടകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ മികച്ച 2ാമത്തെ നാടകമായിട്ട് സെലക്ട് ചെയ്തതായിരുന്നു. അതെ, താങ്ക് യു. പിന്നെ ഞങ്ങളുടെ നാടകം പഠിപ്പിക്കുന്ന ചേട്ടന്മാരാണെങ്കിലും അവർ നേരത്തെ പറഞ്ഞ പോലെ കേരളവർമ്മയിൽ പഠിച്ച ആളുകളാണ്. നിഖിൽ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നാടകം ആണെങ്കിലും നമ്മുടെ ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ലെവലിനൊക്കെ കൂട്ടാൻ നാടകം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോഴാണെങ്കിലും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല നാടകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഞാൻ ഇവരുടെ കൂടെ നിന്നിട്ടുള്ള ആ ഒരു പരിചയം അത് മാത്രമേ ഉള്ളൂ. എന്നാലും അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, റൂഹ് എന്നുള്ള നമ്മുടെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, റസിയ എന്നുള്ള ഒരു ക്യാരക്ടർ എത്രയും ഹൈലി ഇമോഷണലാണ്. ഒരുപാട് അത്തരം കഥാസന്ദർഭങ്ങളിലൂടെയും മുഹൂർത്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ. അപ്പോൾ പലരും നമ്മളിപ്പോൾ തിലകൻ സാറൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ മഞ്ജു വാര്യർ ഓപ്പോസിറ്റ് വരുമ്പോൾ, ജഗതി ഓപ്പോസിറ്റ് വരുമ്പോൾ ഞാനൊന്ന് കരുതിയിരിക്കും എന്ന് പറയുന്ന പോലെ, അബു വളയംകുളം പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ളതും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ കോ ആക്ടേഴ്സായിട്ട് വരുന്നുണ്ടായിരിക്കും. അതിൽ ചിലരുടെ പ്രകടനം നമ്മളെ ഒരു പ്രകടനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ഒരു മത്സരബുദ്ധിയോടെ ആണെങ്കിൽ പോലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ ചിലപ്പോൾ ഉപകരിക്കും. അങ്ങനെ ലൊക്കേഷനിലെത്തിയപ്പോൾ നമ്മൾ സ്വാധീനിച്ചിട്ടുള്ള ഒരു ആക്ടേഴ്സ്, അവരുടെ ഒരു പെർഫോമൻസ് എന്തൊക്കെയായിരിക്കും? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിനെ ഭയങ്കര ആവാഹിച്ച് അങ്ങനെ അഭിനയിക്കുന്ന ആളൊന്നല്ല. എന്താണോ ആ സീനിൽ ചെയ്യാൻ പറയണേ അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പൊതുവെ. അത് ചെയ്യാ അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഭാസ്കരേട്ടനായാലും എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആളുടെ അഭിനയം നിരീക്ഷിക്കുക, അങ്ങനെ ഭയങ്കര നമ്മൾ കമ്പനി ആവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അപ്പോഴാണ് ആളുടെ അഭിനയം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണത്. അപ്പം എനിക്ക് പാവം തോന്നി, ഭയങ്കരമായിട്ട് പാവം തോന്നി ആ ക്യാരക്ടർ കണ്ടപ്പോൾ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് പിന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു ആളെ. അതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഞാൻ അപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. ഞാനിതുപോലെ വേറൊരു ചിരിയുടെ ആളാണ്, ആവശ്യത്തിന് ഉള്ളിൽ ചിരിക്കുന്ന ആളാണ്. ചില നേരത്തെ നമ്മൾ ചിരി നമുക്ക് നെഗറ്റീവ് ആവും. കാരണം ഇപ്പം എൻ്റെ ശബ്ദം ചില നേരത്ത് ഞാൻ ചിരിക്കുമ്പോൾ മനസ്സിലാവില്ല. ഈ ചിരിയും ഡയലോഗ് റെൻഡറിങ് ഒക്കെ കൂടി വരും. അപ്പം അതെനിക്ക്, പക്ഷെ അതുപോലെ തന്നെ ഈ ചിരി ഭാസ്കറിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഭാസ്കറിന്റെ ഒരു ചിരി ഭയങ്കര നിഷ്കളങ്കതയുള്ള നൈർമല്യമുള്ള ഒരു ചിരിയാണ്. ഈ ഒരു ടിപ്പിക്കൽ ഒരു ഒറ്റപ്പാലങ്കാരന്റെ എല്ലാ വിധമുണ്ട്. പക്ഷെ ആ ഒരു ക്ലൈമാക്സിൽ ആളുടെ ഒരു ചിരിയുണ്ട്. ആ ചിരിയിലാണ് ആ ക്യാരക്ടറിന്റെ ഒരു വലിപ്പം. ആ ക്യാരക്ടറിനോട് നമുക്കൊരു സ്നേഹം തോന്നിപ്പിക്കാൻ ആ ചിരി ഭയങ്കരമായിട്ട് ആ സിനിമയിൽ ഉപകരിക്കുന്നുണ്ട്. അതും കൂടി വരുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി ഇമോഷണൽ ആയി പോവുക. നമ്മള് ആ കഥാപാത്രം, ഷമീർ എന്നുള്ള കഥാപാത്രം നമ്മൾ ആരൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ വരിക. ഞാൻ പിന്നെ പല സീനുകളൊന്നും ഞാൻ ആ ആംബുലൻസിലുള്ള സീൻ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല. അതൊക്കെ തിയേറ്ററിലിരുന്നാ ഈവൻ നമ്മൾ അഭിനയിക്കണതാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട്. പിന്നെ റസിയയുടെ ക്യാരക്ടർ പറയുമ്പോൾ കാണുമ്പോൾ ഒരു പാവം പോലെ തോന്നുമെങ്കിലും റസിയ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് ഷമീർ വീട്ടിൽ ചോദിക്കുമ്പോ ഒരു വട്ടം അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ എന്താ, അതെ പിന്നീട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കണില്ല. അതിലൊരു വേറൊരു സെഗ്മെന്റില് ഭാസ്കറിന്റെ ക്യാരക്ടർ ഷമീർ പറയുന്നുണ്ട്, നിങ്ങളുടെ തന്നെ മോള് എന്നുള്ള പോലത്തെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമുള്ള മനസ്സിനുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു കട്ടി ചില സമയത്തും മക്കൾക്കുണ്ടാവില്ല, നമ്മുടെ മക്കള്. വാശിയുടെ ഒരു എലമെന്റ് അച്ഛനും അമ്മയ്ക്കുണ്ടെങ്കിൽ അതിന്റെ ഒരു ഏറിയും കുറഞ്ഞും അത് മക്കൾക്കുണ്ടായിരിക്കും. അപ്പൊ അത് ഒരു ഡയലോഗിൽ തന്നെ അത് കൃത്യമായിട്ട് ഷമീർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അത് കഥാപാത്രം ഡെവലപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ സംഭാഷണങ്ങൾ എഴുതുമ്പോഴാണെങ്കിലും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഷമീറിന്റെയും റസിയയുടെയും ആ പ്രണയത്തിന്റെ നിമിഷങ്ങളുള്ള ആ ഒരു സോങ്, അപ്പൊ ആ മ്യൂസിക്കലി നേരത്തെ ഞാൻ ഭാസ്കറിന്റെ ഒരു പോഡ്കാസ്റ്റിലെ സമയത്ത് ഞാൻ പറഞ്ഞു, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അത് ഇപ്പൊ നമ്മളൊരു പാട്ട് പാടി
അഭിനയിക്കുന്നതിനേക്കാൾ കഷ്ടമാണ്, അല്ലെങ്കിൽ കുറച്ച് മെനക്കെട്ട, അതായത് അതിന് വേണ്ടി കുറച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് ഡെഡിക്കേഷൻ ആണ് കട്ട് ഷോട്ടുകളിലൂടെ ഒരു സോങ് പറയാന്നുള്ളത്. വെറുതെ ഇപ്പൊ നമ്മള് മരം ചുറ്റി പണ്ട് പറയണ പോലെ മരം ചുറ്റി പ്രേമിക്കുന്നു, ആ പാട്ട് മുഴുവൻ അങ്ങോട്ട് പാടി തീർക്കുകയാണെങ്കിൽ സത്യത്തിൽ ഈസിയാണ്. പക്ഷെ ഇത് കുഞ്ഞു കുഞ്ഞു സീക്വൻസിലൂടെ ഒരു സോങ് നല്ലൊരു ഗാനശില്പമായിട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. കാരണം അത്രയും കട്ട് ഷോട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ അതിൽ പക്ഷേ ബൈക്കിൽ പോകുന്ന സീനുകളിലാണെങ്കിലും ഒരുമിച്ച് സഞ്ചരിക്കുന്ന വഴികളാണെങ്കിലും ഒക്കെ വളരെ പ്രണയഭരിതമായിട്ട് ആ സീനുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവസാനത്തെ ഇമോഷണൽ സീനുകൾ, അത് പിന്നെ നമ്മുടെ സേഫ് സോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതാണെങ്കിലും ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സേഫ് സോൺ ആണെങ്കിലും ഇപ്പൊ നാടകത്തിൽ ചെയ്യുമ്പോ കുറച്ചും കൂടെ നമ്മൾ അതെ കുറച്ചൊന്നും ഒരു പൊടിക്ക് ഓവർ ആയാലും വലിയ കുഴപ്പമില്ല ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇതിലേക്ക് വരുമ്പോ ജംഷീറിന്റെ മുഖം കണ്ടാൽ മനസ്സിലാവില്ല ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലെന്ന്. ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ടാണ് ആള് പറയാ അത് ഓക്കെ ആയിട്ടില്ല, അങ്ങനെയാണ് ആള് പറയാ. മുഖത്തൊരു എക്സ്പ്രഷനും ഉണ്ടാവില്ല, പക്ഷെ ആയിട്ടില്ലെങ്കിൽ ആയിട്ടില്ല എന്ന് പറയും. ലൗഡ് ആവാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു പൊടിക്കൊരു മീറ്റർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് മെലോ ഡ്രാമ ഫീൽ ചെയ്യുന്ന പരിപാടികളുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ കണ്ണിങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. പിന്നെ കഴുത്ത് ഇങ്ങനെ കുറെ ആക്ഷൻസ് പൊതുവെ ഉള്ളതാണ്. അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് റസിയ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ആതിരയുടെ ഒരു ടോട്ടൽ മാനറിസങ്ങൾ ഇപ്പൊ ഈ പോഡ്കാസ്റ്റിലിരിക്കുന്ന മാനറിസങ്ങളോ സംഭാഷണ ശൈലിയോ ഒന്നല്ല റസിയയിൽ വന്നിട്ടുള്ളത്. ആ ഒരു ചേഞ്ച് തന്നെ വളരെ നല്ലൊരു അഭിനേത്രിക്ക് സാധിച്ചെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് അതിൽ ഇപ്പോൾ ലാസ്റ്റ് സീക്വൻസിൽ ആ ഉപ്പയുടെ കാലിൽ വീണ് കരയുന്ന ആ സീനിലൊക്കെയാണ് ഒരു പൊടി ലൗഡ് ആവുന്നത്. പക്ഷെ അവിടെയും നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു റിസൾട്ട് അതിലുണ്ട്. ഇപ്പൊ ഈ നാടകത്തിൽ നിന്ന് വരുമ്പോൾ പല ആർട്ടിസ്റ്റുകളും ഇപ്പൊ ഇവിടെ പോഡ്കാസ്റ്റിൽ പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഇപ്പൊ അജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അജയൻ നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അജയൻ തന്നെ പറയുമ്പോൾ, അജയനോട് അഭിനയിക്കാൻ പറയുമ്പോൾ അജയന്റെ ഉള്ളിൽ ഡ്രാമയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നൊരു മീറ്റർ ഉണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മൾ എത്ര ഹൈലി ഇമോഷണൽ സീൻ ആണെങ്കിലും ഒരു ക്ലോസപ്പ് ഷോട്ടിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ജസ്റ്റ് ഒരു ഫോക്കസ് വെച്ചിട്ടുള്ളൊരു ഇത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഡയലോഗ് പറയുന്നത്. ഓപ്പോസിറ്റ് ചിലപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അത്രയും ടെക്നിക്കലായിട്ടുള്ള ഒരു ധാരണകളും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാവും. അതല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കലായിട്ട് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ക്യാരക്ടറായിട്ട് മാറിയായിട്ട് ചെയ്യുക. കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ പഠിക്കാനോ വല്ല ഓപ്പോസിറ്റുള്ള ഒരു അഭിനയം ആവാഹിച്ചെടുക്കാനോ ഒന്നും നോക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു വഴിയിൽ നമ്മളങ്ങനെ ചെയ്യാം. പിന്നെ ബുദ്ധിമുട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു പൊസിഷൻ പിടിക്കണം, ക്യാമറ ഉള്ളതുകൊണ്ട്. പിന്നെ ലുക്ക് അങ്ങോട്ട് വരാൻ പാടില്ല, ഇങ്ങനെ സൈഡിലേക്ക് നോക്കുമ്പോ ഇത്ര ഡിഗ്രിയിൽ തിരിയാൻ അങ്ങനെ ക്യാമറ വെക്കുമ്പോ അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നാടകം ചെയ്യുമ്പോ അത് കുഴപ്പമില്ല. നാടകത്തിനും കോ ആക്ടേഴ്സിനും പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ സ്റ്റേജിൽ. ആ ഒരു വ്യത്യാസം അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും റസിയ എന്നുള്ള ക്യാരക്ടർ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വാസം. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സിനിമയും ഇതിലെ കഥാപാത്രങ്ങളും എല്ലാം. ഇതിൻ്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും ഒരുപാട് ക്യാരക്ടറുകൾ തേടി വരട്ടെ. പുതിയ പ്രൊജക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ വഴിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പൊ ഞാനൊരു യൂട്യൂബ് വെബ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയായിട്ട് ഇപ്പോ ഒന്നും ചെയ്തിട്ടില്ല. ഫാമിലി മാനിഫെസ്റ്റോ, അത് ഈ അടുത്തൊക്കെ ആയിട്ട് റിലീസ് ആകും എന്ന് പ്രതീക്ഷിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മിണ്ടിയും പറഞ്ഞു എന്നുള്ള മൂവിയാണ്. അതിപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അതിന്റെ റിലീസും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനിയും പുതിയ സ്വപ്നങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ. ഈ സിനിമ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നുള്ള സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു. Audio Jungle.